സർക്കാർ അവഗണനയിൽ പ്രതിഷേധവുമായി കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ. ഇന്ന് നടന്ന വില്ലേജ് ഓഫീസ് ധർണയിലും പ്രതിഷേധ സംഗമത്തിലും നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സമരം നടക്കുന്ന സമയത്ത് വ്യാപാരികൾ കടകളടച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതേസമയം വിലങ്ങാടും വയനാടും തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം സർക്കാരിന് പിന്നീടുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. വീടുകൾക്ക് വാടക കൊടുക്കാൻ സർക്കാർ നൽകുമെന്ന് പറഞ്ഞ ധനസഹായം ഒരു മാസം മാത്രമാണ് നൽകിയത്. കുടിവെള്ള സ്രോതസ്സുകൾ തകർന്നത് നേരെയാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുമില്ല. തകർന്ന റോഡുകൾ ഇപ്പോഴും ഗതാഗത യോഗ്യമായിട്ടില്ല. പുനരധിവാസത്തെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിലങ്ങാട് ദുരന്തബാധിതരും നാട്ടുകാരും പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. വിലങ്ങാട് സെന്റ് ജോർജ് ഫെറോന ചർച്ചിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വില്ലേജ് ഓഫീസ് പരിസരത്ത് ഫാദർ വിൽസൺ മട്ടത്തുകുന്നിയിൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേരാണ് ധർണയിൽ പങ്കെടുത്തത്. അതേസമയം വയനാടിന് സമാനമായ രീതിയിലുള്ള സഹായം വിലങ്ങാടിനും നൽകണമെന്ന് പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞതാണെന്നും എന്നാൽ രണ്ടിടങ്ങളിലും ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തുടക്കത്തിലുള്ള ആവേശം സർക്കാരിന് ഇപ്പോൾ ഇല്ല എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. നമ്മൾ വിലങ്ങാട് വിഷയവും ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും അവതരിപ്പിച്ചു. അപ്പോൾ വയനാട് ദുരന്തബാധിതരെ സഹായിച്ചതുപോലെ തന്നെ വിലങ്ങാട് ദുരന്തബാധിതരെ സഹായിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് എടുത്തത്. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. 100-ലേറെ ഇടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായെന്ന് അധികൃതർ തന്നെ കണ്ടെത്തിയ വിലങ്ങാട്ടെ ദുരന്തത്തിന് 4 മാസം പിന്നിടുമ്പോഴും സർക്കാർ യാതൊരു സഹായവും നൽകാത്തത് എന്താണെന്നാണ് ജനങ്ങളുടെ ചോദ്യം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താനാണ് ദുരന്തബാധിതരുടെയും നാട്ടുകാരുടെയും തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്.